89.6 FM Sargakshetra. വെൽക്കം ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു റോള് ഉള്ള ഒരു കലയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഇത് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ്, ഇത് നമ്മൾ പാടിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ മൂളിപ്പോലും പാടാത്തവരായിട്ട് ആരുമില്ലല്ലോ. പക്ഷെ ഇതിനെ പഠിക്കുന്നവർ ഒരുപാടുണ്ട്. ഇത് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് അറിയാത്തവരും ഉണ്ട്, അതുപോലെ തന്നെ അറിയുന്നവരുമുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടി ഗുണകരമാകുന്ന ഒരു ഉയരെയാണ് ഇന്നത്തെ നമ്മുടെ ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. യെസ്, നമ്മളിന്ന് മ്യൂസിക് ഒരു കോഴ്സായി അല്ലെങ്കിൽ മ്യൂസിക് ഒരു ഡിഗ്രി ആയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സിന്ധു KS, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ഫ്രം മഹാരാജാസ് കോളേജ്, എറണാകുളം. മാം, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഞാൻ ആലോചിക്കുമായിരുന്നേ, മാമിനെ ഇപ്പം കോളേജിലാണെങ്കിലും സിന്ധു ടീച്ചറെ എന്നായിരിക്കും വിളിക്കുന്നത് കുട്ടികളെല്ലാവരും തന്നെ, അല്ലേ? ഓക്കെ, അപ്പൊ ഞാനും അങ്ങനെ തന്നെ വിളിക്കാം, സിന്ധു ടീച്ചർ. ഓക്കെ മാം, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്കിപ്പോ വെക്കേഷൻ ആണ്, എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതെ അതെ, അപ്പൊ അതിന്റെ ഒരു തിരക്കിലൊക്കെയാണ് അല്ലേ? അതെ അതെ, എക്സാം ഇൻവിജിലേഷൻ, പ്രാക്ടിക്കൽ എക്സാംസ്, അതിനൊക്കെ ഇടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് ഇപ്പം ഒരു വെക്കേഷന്റെ സമയം എന്ന് പറയുന്നത് ഒട്ടുമിക്ക കുട്ടികളും എന്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷണൽ കരിയർ, എഡ്യൂക്കേഷണൽ ഭാവി എന്ത് വേണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം നമ്മൾ ദിസ് ഈസ് ദ പെർഫെക്റ്റ് ടൈം. നമുക്ക് ഇത് ഓരോ സാധ്യതകളും നമ്മൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പം മ്യൂസിക് പാടുന്ന ഒരുപാട്, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, ഇത് കാലങ്ങളായിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ ഇതൊരു കോഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നവർ അതിൻ്റെ ഭാവി എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർ, താല്പര്യമുള്ളവർ കേട്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഉയരയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. സോ എനിക്ക് ആദ്യമേ തന്നെ ടീച്ചറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കേൾക്കുന്ന മ്യൂസിക്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മ്യൂസിക് ഒരു കോഴ്സായി പഠിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ടീച്ചറെ? ഒരു കോഴ്സായിട്ട് പഠിക്കുന്നതിന്റെ ഗുണം എന്ന് ചോദിച്ചാല്, നമ്മള് ഇപ്പം ഈ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആണ്. ആദ്യമായിട്ട് പറയട്ടെ, ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആണ്. നമുക്ക് അഭിരുചി ഉണ്ടെങ്കിൽ മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോ മ്യൂസിക് നമ്മൾ സ്പെഷ്യലായിട്ട് എടുത്ത് നമുക്കത് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ, ഒരു കോഴ്സായിട്ട് നമ്മളെടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതുകൊണ്ട് നമുക്ക് ജോലി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനാണ് ചോദിക്കുന്നത്, അല്ലേ? അപ്പോ മ്യൂസിക് പഠിച്ചു കഴിഞ്ഞാൽ, മ്യൂസിക് ഇപ്പൊ നമുക്ക് ഡിഫറെന്റ് കോഴ്സുകളുണ്ട്. ഡിഗ്രി തലമല്ല, +2 തലം മുതൽ തന്നെ മ്യൂസിക് ഉണ്ട്. പക്ഷെ എല്ലാ സ്കൂളുകളിലും ഇല്ല. കുറച്ച് സ്കൂളുകളിൽ, കേരളത്തിലെ കുറച്ച് സ്കൂളുകളിൽ +2 തലം മുതൽ, +1 +2 തലത്തിൽ മുതൽ മ്യൂസിക് ഉണ്ട്. ഡിഗ്രിക്ക് വന്നു കഴിയുമ്പോൾ ഡിഗ്രി, അത് കഴിഞ്ഞ് PG, പിന്നെ MPhil ഉണ്ട്, PhD വരെ ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു സബ്ജക്റ്റിന്റെ മാക്സിമം എഡ്യൂക്കേഷൻ. നമുക്ക് PhD ആണെങ്കിൽ നമുക്ക് പിന്നെയും DLit, പിന്നെ ഡബിൾ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാം. അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന അത്രയും മറ്റ് സബ്ജക്റ്റുകൾ പോലെ തന്നെ ഉള്ള ഒരു സബ്ജക്റ്റാണ് മ്യൂസിക്കും അക്കാഡമിക് തലത്തിൽ നോക്കുമ്പോൾ. അപ്പൊ ഇത് പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, മറ്റ് സബ്ജക്റ്റുകളെ പോലെ സോഷ്യൽ സയൻസസിന്റെ കൂടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ആർട്സ് സബ്ജക്റ്റിന്റെ കൂടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. BA MA അങ്ങനെയാണ് വരിക. അപ്പോൾ ആ സബ്ജക്റ്റുകളുടെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കോളേജ് ലെവലിൽ പഠിക്കുമ്പോൾ മറ്റു സബ്ജക്ട്സ് നമ്മൾ ഡിഗ്രിയും MAയും സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ടെസ്റ്റുകളൊക്കെ എഴുതുന്നത്, അതുപോലെ തന്നെ ഇതിനും ടെസ്റ്റുകളൊക്കെ എഴുതാം. അത് മാത്രമല്ല, കോഴ്സിൽ ഡിഗ്രിക്ക് മെയിൻ സബ്ജക്ട് ഇത് കൂടാതെ സബ്സിഡിയറീസ് ഉണ്ടാകും. മറ്റു സബ്ജക്റ്റുകൾ പോലെ തന്നെ സബ്സിഡിയറീസ് ഉണ്ടാകും. പിന്നെ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഉണ്ടായിരിക്കും, മറ്റെല്ലാ സബ്ജക്റ്റുകളും പോലെ തന്നെ. അപ്പൊ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, സാധാരണ പോലെ ഇപ്പൊ മ്യൂസിക് പഠിച്ച ഒരാൾക്കും മ്യൂസിക് മെയിൻ ആണ് എടുത്തതെങ്കിലും ഇപ്പൊ വേറെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ടെസ്റ്റോ, അങ്ങനെയുള്ള ഒരു PSC വഴിയുള്ള മറ്റെന്തെങ്കിലും നിയമനങ്ങളോ, ഇതിനെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ വ്യത്യാസം ഉണ്ടാകും എന്നേ ഉള്ളൂ. ഇത് കൂടാതെ ഡിഗ്രി ലെവലിൽ പഠിച്ച് നമ്മൾ ഇതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ അതിന്റെ തന്നെ ജോലി സാധ്യതകൾ എന്ന് പറയുന്നത്, കോളേജ് ലെവലിലാണെങ്കിലും സ്കൂൾ ലെവലിലാണെങ്കിലും നമുക്ക് +2 +1 +2 ടീച്ചറായിട്ട് കയറാം. അതിന് മറ്റ് ചില ക്വാളിഫിക്കേഷൻസും കൂടെ ഉണ്ട്. ഡിഗ്രിയും MAയും പാസ്സായി കഴിഞ്ഞിട്ട്
സെറ്റ് നെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യോഗ്യതാ പരീക്ഷകളുണ്ട്. അതുകൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും അധ്യാപകരായിട്ട് കയറാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു മ്യൂസിക്കിന്റെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചു. ഇനി തുടർന്ന് അതിന്റെ ജോലി സാധ്യതകൾ അതുപോലെ തന്നെ വേണ്ട ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ പാട്ടിന് ശേഷം കേൾക്കുന്നതായിരിക്കും. കേൾക്കാം ഉയരയിലൂടെ പാട്ടുകൾക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മൾ മ്യൂസിക് ഒരു കോഴ്സായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സിന്ധു KS, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ഫ്രം മഹാരാജാസ് കോളേജ്, എറണാകുളം. ടീച്ചറെ, ചോദിക്കാനായിട്ടുള്ള ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു മ്യൂസിക് ഒരു കോഴ്സായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു അറിഞ്ഞു. ഇത് ആർക്കൊക്കെ പഠിക്കാം എന്നുള്ളൊരു ചോദ്യം ഒരുപാട് പേരുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. സോ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നമുക്ക് വേണ്ടത്? ആർക്കൊക്കെ ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതൊന്ന് പറയാമോ? ഓക്കെ. +1 +2 തലത്തില് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റെല്ലാ സബ്ജക്റ്റുകൾക്കും നമ്മൾ അറിയുന്ന പോലെ തന്നെ മ്യൂസിക് കമ്പൈൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ അത് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഇനി +1 +2 വേറെ ഏതെങ്കിലും സബ്ജക്ട് പഠിച്ച കുട്ടിക്കാണെങ്കിൽ ഡിഗ്രിക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിഗ്രി മുതൽ നമുക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടാകും. അത് കേരളത്തിലുടനീളമുള്ള എല്ലാ കോളേജുകളിലും ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഗീതം ഒരു സ്പെഷ്യൽ സബ്ജക്ട് എന്നാണ് അതിന് പറയുക. അതിന് അഭിരുചി നിർബന്ധമാണ്. അഭിരുചി എന്ന് പറയുമ്പോൾ പാടാനുള്ള കഴിവ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡിഗ്രിക്ക് അങ്ങോട്ട് വരുന്നതുപോലെ നമ്മള് എല്ലാ കോളേജുകളിലും ഒരു സിലബസ് വെച്ചിട്ടുണ്ട്. ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടി ബേസിക് ലെസൺസ് പാടിയിരിക്കണം. ചോദിക്കുമ്പോൾ ഈ അഭിരുചി പരീക്ഷയ്ക്ക് ബേസിക് ലെസൺ പാടിയിരിക്കണം എന്നൊക്കെ പറയും. എങ്കിലും അത് ഒരു പ്രധാന ക്വാളിഫിക്കേഷൻ അല്ല. ഈവൻ നമ്മളിപ്പോ ബേസിക് ലെസൺസ് പഠിച്ചിട്ടില്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് മ്യൂസിക് പഠിക്കാത്തൊരു കുട്ടിയാണ്, പക്ഷെ അഭിരുചിയുണ്ട്, പാടാൻ പറ്റും എന്നുള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ പാടിച്ചു നോക്കുമ്പോൾ കുട്ടിക്ക് അഭിരുചി ഉണ്ട് എന്ന് മ്യൂസിക്കിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ടീച്ചർക്ക് മനസ്സിലാകുമല്ലോ, ഈ ടെസ്റ്റ് നടത്തുമ്പോൾ മനസ്സിലാകുമല്ലോ. അങ്ങനെ ജ്ഞാനമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സബ്ജക്ട് മറ്റ് കോളേജുകളിലെ ക്രൈറ്റീരിയ പോലെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ക്രൈറ്റീരിയ ബേസ് ചെയ്ത് അഡ്മിഷൻ കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ രീതി. അപ്പൊ അതിന് പ്രത്യേകമായി ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ടതില്ല. അതാത് കോളേജുകളിലെ വെബ്സൈറ്റിൽ അവരുടെ സിലബസ് ഒരു ബേസിക് ലെസൺസ് പാടണം എന്നുണ്ടാവും. പക്ഷെ ബേസിക് ലെസൺസ് നിർബന്ധമായിട്ട് പാടണം എന്നില്ല. ശാസ്ത്രീയമായി പഠിച്ച കുട്ടികൾക്കല്ലേ അത് പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും പഠിക്കാൻ വന്ന് ചേരുന്ന കുട്ടികളെല്ലാവരും ശാസ്ത്രീയമായി അഭ്യസിച്ചിരിക്കണമെന്നില്ല. അപ്പൊ അവര് ചിലപ്പോൾ നമ്മൾ പാടിക്കുന്ന ഒരു സിനിമാ പാട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാട്ടോ അവർക്ക് അഭിരുചി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ഉദ്ദേശം. അപ്പൊ ഒന്ന് പാടിച്ചു നോക്കാം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം മാം പറഞ്ഞു ഇപ്പം ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ആളുകളും വരുന്നുണ്ട്, അല്ലാതെ ഇതിനോടൊരു താല്പര്യമുള്ള അല്ലെങ്കിൽ അഭിരുചിയുള്ള കുട്ടികളും ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നിപ്പോൾ മാം പറഞ്ഞേ. അപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചില ആൾക്കാർക്ക് ചിലപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് നന്നായിട്ട് പാടാനായിട്ട് പറ്റും എന്നുള്ളൊരു ഒരു ഒരു ആവേശത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിൽ കുട്ടികൾ വരുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടോ ഈ ഒരു മ്യൂസിക് ഒരു കോഴ്സായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ? തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ തന്നെ പഴയ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ ഓരോ വർഷം കഴിയും തോറും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ്. നമുക്ക് തിരഞ്ഞെടുക്കാൻ നമുക്കിതിൽ ആർക്ക് കൊടുക്കും, ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്ക് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ബേസിക്കലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഒരു വിഷമമുള്ള ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ, വളരെ നല്ല ജ്ഞാനമുള്ള കുട്ടിക്ക്, നന്നായി പാടാൻ കഴിവുള്ള കുട്ടിക്ക്, നമ്മളിപ്പോ ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുക്കുമ്പോൾ മ്യൂസിക് എന്ന് പറയുന്ന സബ്ജക്റ്റിന് പ്രത്യേകതകളൊന്നും ഇല്ലല്ലോ. മറ്റ് സബ്ജക്റ്റ് പോലെ തന്നെയാണ് മ്യൂസിക്കിനെയും കൺസിഡർ ചെയ്യുന്നത് ഇവിടെ. ഇപ്പൊ നമ്മൾ ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കി, അത് അറിയാമല്ലോ, എല്ലാ കോളേജുകളിലും എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഡിഗ്രിക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് അങ്ങനെയാണ്. ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞ ഒരെണ്ണം ഒരു സംഗതി ഉണ്ടാക്കും. അത് നമ്മുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറയുന്ന +1 +2 ആയിരിക്കുമല്ലോ. അതിന്റെ മാർക്സും ഈ അഭിരുചി പരീക്ഷയിൽ ഈ കുട്ടി പാസ്സാകുന്നു, എത്ര മാർക്കിന് പാസ്സാകുന്നു, ആ മാർക്കും കൂടി ചേർത്തിട്ടാണ് ഇൻഡെക്സ് മാർക്ക് ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോ ഈ ക്വാളിഫയിങ് എക്സാമിനേഷന് വളരെ മാർക്ക് കുറവുള്ള കുട്ടി, അത്യാവശ്യം പാസ്സായ കുട്ടി, എന്നാൽ മാർക്ക് കുറഞ്ഞ കുട്ടിക്ക് ചിലപ്പോൾ നല്ല ജ്ഞാനം ഉണ്ടാകും.
നന്നായി പാടാനുള്ള കഴിവുണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിടാറുണ്ട് പലപ്പോഴും. അപ്പോ മാർക്ക് കൂട്ടി വരുമ്പോൾ ചിലപ്പം ഈ കുട്ടിക്ക് കുറവായിരിക്കും. നമുക്ക് ഇത്ര സീറ്റ്സേ ഉണ്ടാവുള്ളൂ, ഒരു ഇത്ര എണ്ണം സീറ്റ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ മാക്സിമം ഈ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നല്ലവണ്ണം മാർക്ക് ഇട്ട് കൊടുക്കും. പലപ്പോഴും നമുക്ക് അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റാറുണ്ട്, ചില സമയങ്ങളിലൊന്നും നമുക്ക് പറ്റാറില്ല. അങ്ങനെ ഒരു പ്രയാസമുണ്ട്. കാരണം കുട്ടികൾ ഇപ്പൊ കൂടിക്കൂടി വരുവാണ്, ആവശ്യക്കാർ ഒരുപാട്. ഓക്കെ, അപ്പം അങ്ങനെ ആവശ്യത്തിലല്ലേ ഇപ്പം സംഗീതം പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് അല്ലേ? ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട്. ഒരു സന്തോഷം. ആൻഡ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മാം, അതായത് ഇപ്പം നമ്മൾ ഇപ്പം ഓക്കെ കുട്ടികൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനാണെങ്കിലും മറ്റൊരു വശം കൂടി ഉണ്ട്. ഇപ്പം മ്യൂസിക് അല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ മറ്റതൊക്കെ പഠിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇത് പഠിക്കുന്നത് എന്നുള്ളൊരു ചിന്തയോട് കൂടിയും കുട്ടികൾ ഈ ഒരു കോഴ്സിനെ സമീപിക്കാറുണ്ടോ? അതെ അതെ, അങ്ങനെ ഉള്ള ഇഷ്ടംപോലെ കുട്ടികളുണ്ട് അങ്ങനെ വരുന്നവര്. പക്ഷെ അങ്ങനെ കോഴ്സിനെ സമീപിച്ചാൽ നമ്മളിപ്പോ അത്ര ലൈറ്റായിട്ട് മ്യൂസിക് അല്ലേ നമുക്ക് പാടാൻ പറ്റും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളും ഉണ്ട്. പക്ഷെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലാണ് അവർക്ക് അഡ്മിഷൻ കൊടുക്കുക എപ്പോഴും. അപ്പോ അഭിരുചി ഉണ്ടോ എന്ന ടെസ്റ്റിൽ അവർ പാസ്സാകണം. പാടാൻ കഴിവുള്ള കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും. പക്ഷെ തുടർന്ന് അങ്ങോട്ട് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും മറ്റെല്ലാ സബ്ജക്റ്റും പോലെ തന്നെ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ഉള്ളതാണ്, കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും. ഡിഗ്രി ലെവലിലാകുമ്പോൾ നമ്മൾ തുടക്കം മുതൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്, ബേസിക് ലെസൺസ് മുതൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോ പഠിച്ചു വരുമ്പോൾ കുട്ടിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മറ്റു സബ്ജക്ട് പോലെ തന്നെ ബുദ്ധിമുട്ടാണ്, അത്ര എളുപ്പമല്ല എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് മനസ്സിലാകും. അതെ അതെ, വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ എന്താണ് സംഗീതം എന്നുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും ഇപ്പം ഈ ഒരു മ്യൂസിക്കിനോട് പണ്ട് മുതലേ ഭയങ്കര പാഷനുള്ള, അതിനെ കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അഫ്കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുന്ന കോഴ്സാണ് മ്യൂസിക്. ഒരു ഡിഗ്രി കോഴ്സായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം തുടങ്ങിയതൊക്കെ നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സിന്ധു KS, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ഫ്രം മഹാരാജാസ് കോളേജ്, എറണാകുളം. മാം, നമ്മൾ മ്യൂസിക് ഒരു കരിയറായിട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ സംഗീതം പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ കീഴിൽ പണ്ട് മുതലേ ഇരുന്ന് പഠിക്കുന്ന, അത് മാറി ഇപ്പം കുട്ടികൾ കൂടുതലും സംഗീതത്തെ കൂടുതലും ഒരു കോഴ്സായിട്ട് തിരഞ്ഞെടുത്ത് ഒരു ഡിഗ്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ PG ആയിക്കോട്ടെ, MPhil, അതിന്റെ PhD ഒക്കെ എടുത്ത് അതിന്റെ മറ്റു തലങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ സംസാരിക്കുന്നത്. ആൻഡ് ആർക്കൊക്കെ പങ്കെടുക്കാം എന്ന് നമ്മൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിയറി ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. ഇങ്ങനെ കുട്ടികൾ അത് വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ച്. അപ്പം ഇതെങ്ങനെയാണ് ഇത് രണ്ടും സമന്വയിപ്പിച്ച് ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അതില് ഇപ്പോ വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് പറയാനില്ല. സത്യം പറഞ്ഞാല് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സംഗതിക്കും ഒരു തിയററ്റിക്കൽ സൈഡ് ഉണ്ടാവും, ഇല്ലേ? അതുപോലെ ഇപ്പം മ്യൂസിക് എന്ന് പറഞ്ഞാൽ പെർഫോമിംഗ് ആർട്ടാണ്. ഇപ്പൊ നമ്മൾ മ്യൂസിക് അല്ലാതെ ഇപ്പം കോളേജ് തലത്തിൽ അല്ലെങ്കിൽ സ്കൂൾ തലത്തിൽ അക്കാഡമിക് തലത്തിൽ അല്ലാതെ നമ്മൾ പഠിക്കുമ്പോൾ, പ്രൈവറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ സൈഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ തിയററ്റിക്കൽ സൈഡ് കൂടി മനസ്സിലാക്കി പോകുന്നതാണ് എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യം. തിയറി നിർബന്ധമായിട്ടും അല്ലാതെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തിയറി നിർബന്ധമായും എല്ലാവരും പറഞ്ഞു തരണമെന്നില്ല, അങ്ങനെ പറയണമെന്ന് നിർബന്ധമില്ല, പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ കോളേജ് ലെവലിൽ നമ്മളത് പഠിക്കുമ്പോൾ തിയറിയും പ്രാക്ടിക്കലും കൂടിയാണ് പഠിക്കുക. അപ്പോൾ സാധാരണ കോളേജുകളിൽ 5 അവറുകളാണ് ഉണ്ടായിരിക്കുക, ഒരു ദിവസം 5 അവറാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിനകത്ത് ഡിഗ്രിക്ക് മെയിൻ സബ്ജക്റ്റിന് പോകുന്ന സമയങ്ങൾ, മെയിൻ സബ്ജക്റ്റ് വരുന്ന അവേഴ്സിൽ നമ്മൾ ചില ദിവസങ്ങളിൽ പ്രാക്ടിക്കലും ചില ദിവസങ്ങളിൽ തിയറിയും ആയിട്ട് എടുക്കും. ഇപ്പോ കേരളത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ടീച്ചേഴ്സും തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ എടുക്കുന്ന ആൾക്കാരാണ്, കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ ഇന്റേണലി നമ്മളത് അറേഞ്ച് ചെയ്യും, ഇത്ര മണിക്കൂർ പ്രാക്ടിക്കൽ, ഇത്ര മണിക്കൂർ തിയറി, അക്കോർഡിംഗ് ടു അവരുടെ സിലബസ്. സിലബസിൽ ഇപ്പോ ഒരു സെമസ്റ്ററിൽ ഇത്ര പോർഷൻസ് കവർ ചെയ്യണം, തിയറിയിൽ ഇത്ര പോർഷൻസ് ഉണ്ട്, ഇന്ന ഐറ്റംസ് ഉണ്ട്, പ്രാക്ടിക്കലിൽ അതുപോലെ ഇന്ന ഐറ്റംസ് പഠിക്കണം, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഓൾറെഡി ഒരു അക്സെപ്റ്റഡ് സിലബസ് ഉണ്ടാവും. ഒരു ബോർഡർ സ്റ്റഡീസ് കൂടിയിട്ട് അതിനകത്താണ് സിലബസ് തീരുമാനിക്കുന്നത്. അപ്പൊ ആ സിലബസിനനുസരിച്ച് ഇന്റേണൽ ആയിട്ട്
അവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ആ അവേഴ്സിനുള്ളിൽ തിയറിയും പ്രാക്ടിക്കലും മാറി മാറി എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ മാം. അപ്പം തിയറി ആൻഡ് പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് കേട്ടു. ആൻഡ് മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നമ്മുടെ മ്യൂസിക് ഇപ്പം നമ്മൾ പറഞ്ഞു BA നമുക്ക് പഠിക്കാം, ഒരു ഡിഗ്രി കോഴ്സായിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. PG അതിന് മറ്റ് തലങ്ങളിലുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജസും ഉണ്ട് ഈ ഒരു മ്യൂസിക് പഠിപ്പിക്കാനായിട്ട്, ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. സോ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇപ്പൊ എന്ത് കോഴ്സ് പഠിച്ചാലും അത് ജോബ് ഓറിയന്റഡ് ആയിട്ടാണല്ലോ പഠിക്കുക. ഇന്നത്തെ കാലത്ത് നമുക്കൊരു തൊഴിൽ എന്ന് പറയുന്നത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്, ആവശ്യമാണ്, ജീവിക്കാൻ ആവശ്യമാണ്. അപ്പൊ ഒരു തൊഴിൽ നേടാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ആ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലും, ഗവൺമെന്റ് അല്ലാതെ ഇപ്പൊ മാനേജ്മെന്റ് ചെയ്യുന്ന കോളേജുകളിലും മ്യൂസിക് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്ത് NSS കോളേജ് ഉണ്ട്, വീറമൺകര എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള NSS കോളേജ് ഉണ്ട്. അതുപോലെ കൊല്ലത്ത് SN കോളേജ് ഉണ്ട്. അവിടെയൊക്കെ മ്യൂസിക് ഉള്ള കോളേജസ് ആണ്. അവിടെയും ഈ കോഴ്സ് ഉണ്ട്, ഡിഗ്രി കോഴ്സുകളുണ്ട്. അവിടെയും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തരുന്ന കോളേജുകളാണ്. അപ്പൊ അങ്ങനെയുള്ള PSCയുടെ കീഴിലുള്ള അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളിൽ കോഴ്സ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒരു തൊഴിൽ സാധ്യതയ്ക്കായാലും എവിടെ പോയാലും നമുക്ക് മറ്റ് കേരളത്തിനകത്തായാലും കേരളത്തിന് പുറത്തായാലും ഇന്ത്യക്ക് വെളിയിലായാൽ പോലും നമുക്ക് ജോലി സാധ്യതകൾക്ക് എപ്പോഴും ഉതകുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്. അതുകൊണ്ട് കോളേജ്, അങ്ങനെയുള്ള ഗവൺമെന്റ് കോളേജുകളിലോ ഇത്തരം കോളേജുകളിലോ മാനേജ്മെന്റ് കോളേജുകളിലോ പഠിക്കുന്നതായിരിക്കും പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പം പലർക്കും സംശയം വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പലരുടെയും ഉള്ളിൽ വന്നൊരു ചോദ്യമായിരിക്കും, ഓക്കെ മ്യൂസിക് ആസ് എ കോഴ്സ് പഠിച്ചതിന് ശേഷം എന്തൊക്കെ ജോലി സാധ്യതകളാണ് ഒരാൾക്ക് ലഭിക്കുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ആ സംശയങ്ങൾക്ക് ഉത്തരം പാട്ടുകൾക്ക് ശേഷം നമ്മൾ കേട്ടറിയുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിങ് ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഒരു മ്യൂസിക് ഒരു കോഴ്സായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാട്ടിലേക്ക് പോവാം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സിന്ധു KS, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ഫ്രം മഹാരാജാസ് കോളേജ്, എറണാകുളം. ടീച്ചറെ, നമ്മൾ ഈ ഒരു സംഗീതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിനെ കുറിച്ച് ഒരു കോഴ്സായിട്ട് ഇത് തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവസാനമായിട്ട്, അല്ലെങ്കിൽ പാട്ടുകൾക്ക് മുന്നേ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ ജോലി സാധ്യതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ടീച്ചർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മൾ വന്നൊരു ചോദ്യമായിരുന്നു, എന്തൊക്കെയാണ് മ്യൂസിക് ഒരു കോഴ്സായിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷമുള്ള ജോലി സാധ്യതകൾ എന്നുള്ളത്. അപ്പം എന്തൊക്കെയാണ് ഇതിന് ശേഷമുള്ള തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ്? അതിപ്പോ മ്യൂസിക് ആസ് എ ഹോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തില്ലെങ്കിൽ പോലും, നമ്മളിപ്പോ ഡിഗ്രി തലത്തിലോ MA ആ ലെവലിലോ നമ്മൾ മ്യൂസിക് പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ വളരെയധികം സാധ്യതകളുള്ള ഒരു മേഖലയാണ് മ്യൂസിക് ഇന്നത്തെ കാലത്ത്, അല്ലേ? അത് ഇപ്പോ സർട്ടിഫിക്കറ്റ് കോഴ്സിന് മുമ്പുള്ള കാര്യം, അതല്ലാത്ത കാര്യം പറയാം. നമ്മളിപ്പോ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തില്ലെങ്കിലും പാടാൻ അഭിരുചി ഉണ്ടെങ്കിൽ, നമുക്ക് പെർഫോം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, പെർഫോമൻസ് സൈഡിൽ ഇപ്പൊ നമ്മളിപ്പോ കോളേജിലോ സ്കൂളിലോ അങ്ങനെയൊന്നും ഒരു അക്കാഡമിക് ലെവലിൽ ചേർന്ന് പഠിച്ചില്ലെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, നേരത്തെ അയാൾ സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചാലും നമുക്ക് മ്യൂസിക്കിൽ കൂടുതൽ നേടാൻ പറ്റും. പക്ഷെ അത് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആകില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അഭിരുചിയും കൂടെ വെച്ചിട്ട് നമുക്ക് സ്റ്റേജ് ഷോസ് ചെയ്യാം, പെർഫോം ചെയ്യാം. നല്ല ഒരു വരുമാന മാർഗമാണ്. കുട്ടികളെ പഠിപ്പിക്കാം. നന്നായിട്ട് പാഠങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക്, സബ്ജക്റ്റിൽ നല്ല വിവരമുള്ള ഒരാൾക്ക് ഇഷ്ടംപോലെ സ്റ്റുഡൻസിനെ ഉണ്ടാക്കാം, നന്നായി പഠിപ്പിക്കാം. അത് തന്നെ ഒരു വരുമാന മാർഗമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പെർഫോമൻസും അധ്യാപനവും ഇത് രണ്ടും പറ്റും. ഇനി ഇത് കൂടാതെ കോളേജ് ലെവലിൽ നമ്മൾ ഡിഗ്രി മ്യൂസിക്കിൽ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പെർഫോമൻസ് ചെയ്യുന്ന അത് മാത്രമല്ല, ഈ ഇത് വെച്ചിട്ട് നമുക്ക് കുട്ടികളെ പ്രൈവറ്റ് ട്യൂഷൻസ് എടുക്കുന്നത് മാത്രമല്ല, സ്കൂൾ ലെവലിൽ നമുക്ക് സെറ്റ് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞാൽ, യോഗ്യതാ പരീക്ഷ കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് +1 +2 ലെവലിൽ, അത് MA വേണം, PG വേണം,
ചെറിയ സ്കൂളുകളിൽ നമുക്ക്, അതായത് അപ്പർ പ്രൈമറി ഹൈസ്കൂൾ വരെയുള്ള സ്കൂളുകളിൽ നമുക്ക് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇനി MA പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് എന്ന് പറയുന്ന പരീക്ഷ കൂടി നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ +1 +2 ലെവലിൽ മ്യൂസിക് പഠിപ്പിക്കാനായിട്ട് ടീച്ചേഴ്സായിട്ട് കയറാൻ പറ്റും. ഇനി നെറ്റ് എന്ന് പറയുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണത്. അത് പാസ്സായി കഴിഞ്ഞാൽ കോളേജ് ലെവലിൽ നമുക്ക് MAയും നെറ്റും ഉണ്ടെങ്കിൽ കോളേജിൽ നമുക്ക് അധ്യാപകനായിട്ട് കയറാം. അത് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് ഡയറക്റ്റ് നിയമനം ലഭിക്കുന്നത്. പിന്നെ അവിടെ നിന്നും പിന്നെ പ്രൊമോഷൻ കിട്ടി വലിയ വലിയ പോസ്റ്റുകളിലേക്ക് പോകാൻ പറ്റും. ഇത് കൂടാതെ റേഡിയോ സ്റ്റേഷൻ, ദൂരദർശൻ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ അത് മീഡിയാസിൽ ഇതിലെല്ലാം ഇപ്പൊ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സ്, അതിനൊക്കെ പ്രത്യേകം ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ഒക്കെ എഴുതി അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ARൽ കയറിപ്പോ റേഡിയോ സ്റ്റേഷനിലും ദൂരദർശനിലും ഒക്കെ കയറാം. അതുപോലെ സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിട്ട് റേഡിയോ സ്റ്റേഷൻ, ദൂരദർശനിലൊക്കെ കയറാം. ഇതിനൊക്കെ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ആണ് കൂടുതൽ പ്രിഫറൻസ് കിട്ടുക. പിന്നെ അല്ലെങ്കിൽ ഇതിന് വേറൊരു സംവിധാനം ഉള്ളതെന്ന് വെച്ചാൽ ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സംഗതിയും ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. കുറച്ചൊക്കെ മ്യൂസിക് ഒരു സ്പെഷ്യൽ സബ്ജക്ട് ആയതുകൊണ്ട് എക്സ്പെർട്ടൈസ് ഇതിനകത്ത് എമിനൻസ് എന്ന് പറയുന്ന ഒരു സംഗതി, അങ്ങനെ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പൊ റേഡിയോ സ്റ്റേഷനിലോ ദൂരദർശനിലോ ഒക്കെ ആണെങ്കിൽ ജോലി സാധ്യതയ്ക്ക് നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ച ഒരു അധ്യാപകന്റെ ഒരു ഗുരുവിന്റെ സർട്ടിഫിക്കറ്റും അതിന്റെ കൂടെ ഇത്ര വർഷത്തെ പരിചയം എന്നുള്ള നമുക്ക് അധ്യാപന പരിചയമുണ്ട് എന്നുള്ള അതെല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് ടെസ്റ്റ് എഴുതാൻ പറ്റും. പ്രോഗ്രാം എക്സിക്യൂട്ടീവിന്റെ അങ്ങനെയൊക്കെയുള്ള ഒരു ടെസ്റ്റ്. പിന്നെ സ്റ്റാഫ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു, തമ്പുരു ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു ഉള്ള തസ്തികകളുണ്ട് ARലൊക്കെ, റേഡിയോ സ്റ്റേഷനിലൊക്കെ. അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ സാധ്യതകൾ അനവധിയാണ്. പിന്നെ പുറത്ത് ഇപ്പോ നമ്മൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലത് പുറത്തെ സ്ഥാപനങ്ങളിൽ ഇഷ്ടംപോലെ സംഗീതം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പൊ ഇഷ്ടംപോലെ ഉണ്ട് പുറത്ത്. ഞാനും അങ്ങനെ ഉണ്ട്. ഞാൻ ജോലി കിട്ടുന്നതിന് മുമ്പ് അങ്ങനെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ അവിടെയൊക്കെ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പം അധ്യാപന മേഖലയിൽ ആക്ച്വലി ഒരു മ്യൂസിക് ഒരു കോഴ്സായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് ഒരു സാധ്യതയുള്ള ഒരു ഫീൽഡ് തന്നെയാണ് അല്ലേ മാം? തീർച്ചയായും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ മ്യൂസിക് ഒരു കോഴ്സായിട്ട് എടുത്തതിന് ശേഷം എന്തൊക്കെ സാധ്യതകളാണ് എന്നുള്ളത് സിന്ധു ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. ഉയരയിൽ നിന്ന് നമ്മൾ സംഗീതത്തെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സിന്ധു KS, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ഫ്രം മഹാരാജാസ് കോളേജ്, എറണാകുളം. ടീച്ചർ, നമ്മളിതേ ഈ ഒരു സംഗീതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെ ശാസ്ത്രീയമായിട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേൾക്കുന്നത്. അപ്പം ആർക്കൊക്കെ പഠിക്കാം, എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു കോഴ്സായിട്ട് നമ്മൾ സംഗീതത്തിലെ അടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഡിഗ്രി കോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ MA ആയിക്കോട്ടെ തുടങ്ങിയതൊക്കെ വരുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സിലബസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഈ ഒരു കോഴ്സിൽ അടങ്ങിയിട്ടുള്ളത്? അത് ഇപ്പോ +1 +2 തലത്തിൽ മ്യൂസിക് പഠിക്കുന്ന കുട്ടി ബേസിക് ലെസൺസ് തന്നെയാണ് ആദ്യം പഠിക്കുക. പക്ഷേ എല്ലാവരും +1 +2 തലത്തിൽ മ്യൂസിക് പഠിച്ച ആൾക്കാരായിരിക്കത്തില്ല ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ. ഡിഗ്രിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി അഡ്മിഷനായി ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് തുടക്കം മുതൽ തന്നെ നമ്മൾ ലെസൺസ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഡിഗ്രിയുടെ സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രം ദ വെരി ബിഗിനിങ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പ്രിലിമിനറി ലെസൺസ് മുതൽ പഠിപ്പിക്കും. അതായത് സപ്തസ്വരങ്ങൾ, സരളി വരിച്ച, ജണ്ട വരിച്ച തുടങ്ങി ബേസിക് ആയിട്ട് നമ്മുടെ പ്രാഥമിക പാഠങ്ങളെല്ലാം തന്നെ പഠിപ്പിക്കും. അതൊക്കെ തന്നെയാണ് സിലബസിൽ പ്രാക്ടിക്കലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം അപ് ടു വർണ്ണം എന്ന് പറയും. വർണ്ണം കൃതികൾ വരെ വരും. ഡിഗ്രി 3 ഇയർ കൊണ്ട്, ഇപ്പൊ 4 ഇയർ ആയിട്ടുണ്ട്, 4 ഇയർ UG ആണ്. അങ്ങനെ വരുമ്പോൾ ഈ 4 ഇയർ കൊണ്ട് നല്ലവണ്ണം ഏകദേശം ഒരു വർണ്ണം കൃതി വരെയുള്ള പോർഷൻസ് ഫ്രം ദ ബേസിക് ലെസൺ നമ്മൾ അവിടുന്ന് തുടങ്ങി കവർ ചെയ്യും. അത്രയും ഭാഗം കവർ ചെയ്യും. അതിന് ആവശ്യമുള്ള പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള തിയറിയും ഇതിനോടൊപ്പം കവർ ചെയ്യും. അങ്ങനെയാണ് അതിന് തക്കവണ്ണമുള്ള രീതിയിലാണ് സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സിലബസ് നമ്മൾ 5 വർഷത്തിലൊരിക്കൽ
ബോർഡർ സ്റ്റഡീസ് കൂടി ഇത് റിവൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ടോപ്പിക്ക് നമ്മൾ ഇതിൽ നിന്ന് മാറ്റണം, വേറെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം എന്നൊക്കെയുള്ള സജഷൻസ് ഒക്കെ വരാറുണ്ട്. എല്ലാം നമ്മൾ പ്രാക്ടിക്കലിൽ പഠിക്കുന്നതിന് അനുസൃതമായിട്ടുള്ള തിയററ്റിക്കൽ ടോപ്പിക്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ ടീച്ചറെ, നമുക്കിപ്പം വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പം ഈ ഒരു മ്യൂസിക് ഒരു കോഴ്സ് എന്ന നിലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ? അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ടും FYUGP, അതിന് FYUGP പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് സെമസ്റ്റർ സിസ്റ്റത്തെ കുറിച്ച് പറയാം. സത്യത്തിൽ സംഗീതം എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഒരു സെമസ്റ്റർ വൈസ്, ഞാനിതിപ്പോ പറയുന്നത് എന്റെ അഭിപ്രായമാണ്, എന്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. മ്യൂസിക് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമ്മൾ പണ്ട്, ഇത് സ്പെഷ്യൽ സബ്ജക്റ്റ് ആണ്, നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്നത് ഗുരുകുല സമ്പ്രദായത്തിലാണ്. തുടർന്ന് വന്ന രീതി അനുസരിച്ച് ഗുരുകുല സമ്പ്രദായത്തിലാണ് ഇത് പഠിക്കുന്നത്. എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത് മ്യൂസിക് ഒരു ഫൈൻ ആർട്ട് ആയതുകൊണ്ട്, ആർട്ട് സബ്ജക്റ്റ് ആയതുകൊണ്ട്, ഇപ്പൊ മറ്റ് സയൻസ് സബ്ജക്ട്സ് പോലെ ഫിസിക്സോ മാത്സോ കെമിസ്ട്രിയോ പഠിക്കുന്നത് പോലെ നമുക്ക് വളരെ പെട്ടെന്ന് അതിന്റെ തിയററ്റിക്കൽ സൈഡ് മാത്രം പഠിച്ചെടുത്ത്, അല്ലെങ്കിൽ പ്രാക്ടിക്കലിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തി അത് നമ്മൾ തെളിയിച്ചിട്ട് അങ്ങനെ നമുക്ക് അതിന് റിസൾട്ട് കണ്ടെത്തി അത് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് പ്രാവശ്യം പാടി പ്രാക്ടീസ് ചെയ്ത് പോളിഷ് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട്, അത് മാത്രമല്ല ഫൈൻ ആക്കേണ്ടതുണ്ട്. നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന സാധനം വീണ്ടും വീണ്ടും പാടി അത് പോളിഷ് ചെയ്ത് ഫൈൻ ആക്കണം. അപ്പൊ അത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയെ വളരെ ആത്മാർത്ഥമായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അത്രയും സമയമെടുത്ത് കുട്ടിയുടെ തൊണ്ടയിൽ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനം ഓരോരുത്തരും പാടുന്ന, ഇപ്പോ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഒരു സംഗതി എന്നൊക്കെയുള്ള ടേംസ് ഇപ്പം വളരെ ഫെമിലിയർ ആണല്ലോ എല്ലാവർക്കും. ഒരു പാട്ടിലെ ഒരു സംഗതി ഒരു ടീച്ചർ പാടിക്കൊടുക്കുന്നത് ഒരു കുട്ടി ഗ്രാസ്പ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണെങ്കിൽ തന്നെയും ആ കുട്ടിയുടെ തൊണ്ടയിൽ വരുമ്പോൾ അത് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് വേറൊരു രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഒരു അധ്യാപകൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ സ്വരം വരാൻ പാടില്ല, എന്തൊക്കെ സ്വരം വരാൻ പാടുണ്ട്, അത് ഏത് രീതിയിൽ പാടണം എന്ന അധ്യാപകൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുട്ടിയെ പാടിച്ച് ക്ലിയർ ആക്കി എടുക്കാൻ നമുക്ക് സമയമെടുക്കും. ഇത് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും ഇപ്പോ പ്രിലിമിനറി ലെസൺസ് തന്നെ ഒരുപാട് പ്രാവശ്യം പാടി പോളിഷ് ചെയ്ത് ഫൈൻ ആക്കി കഴിഞ്ഞാലാണ് അതിനകത്ത് എക്സൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ബേസ് നല്ല ക്ലിയർ ആക്കി വന്നിട്ട് വേണം അതിന്റെ മേലിലും ബാക്കി ലെസൺസ് പഠിക്കാൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊരു സെമസ്റ്റർ സിസ്റ്റത്തിലോ ഒരു ഇയർ വൈസ് സിസ്റ്റത്തിലോ പഠിക്കാൻ പറ്റിയ ഒരു സാധനമല്ല മ്യൂസിക്. പക്ഷെ നമ്മൾ പിന്നെ അത് കോളേജ് ലെവലിൽ നമ്മുടെ ഒരു അക്കാഡമിക് ലെവലിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മളത് ഇയർ വൈസ് ആക്കി. പിന്നെ ഇപ്പൊ നമ്മളത് സെമസ്റ്റർ വൈസ് ആക്കി. ഈ സെമസ്റ്റർ വൈസ് ആക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റു സബ്ജക്റ്റിനൊക്കെ അത് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പൊ ഒരു 6 മാസം ആണ് ഒരു സെമസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 6 മാസത്തില് ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സുകൾ നടക്കുന്നത് ഒരു 4 മാസമാണ്. പിന്നെ അതിലൊരു മാസത്തിനിടയ്ക്ക് സ്റ്റഡി ലീവ്, മറ്റു സബ്ജക്ട് പോലെ ഞാൻ പറയുക, കോളേജിലെ രീതി പറയുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു മാസം സ്റ്റഡി ലീവ് വരും. പിന്നെ ഒരു മാസത്തിലാണ് ഈ എക്സാംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇപ്പൊ മ്യൂസിക് മാത്രമല്ലല്ലോ എക്സാം. മ്യൂസിക്കിന് ഇപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് കാണും, ഇംഗ്ലീഷ് കാണും, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടാവും, പിന്നെ സബ്സിഡിയറി ഉണ്ടാവും. ഇപ്പൊ എല്ലാ കോളേജുകളിലും മ്യൂസിക്കിന് സബ്സിഡിയറി ആയിട്ട് ചിലയിടത്ത് വീണ കാണും, ചിലയിടത്ത് വയലിൻ ഉണ്ടാവും, ചിലയിടത്ത് അത് മ്യൂസിക്കോളജി എന്ന് പറഞ്ഞ തിയറി പേപ്പർ ആയിരിക്കും. അങ്ങനെ പലയിടത്ത് പലതാണ്. അപ്പം അതിനൊക്കെ ഓരോന്നിനും പ്രത്യേകം പരീക്ഷകൾ കാണും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കോഴ്സിന്റെ ക്ലാസ് നടക്കുന്നത് 4 മാസം മാത്രമാണ്. ഈ ഒരു അപ്പൊ നമ്മൾ ഈ ടോട്ടൽ ഒരു സിലബസിനെ ഈ 6 സെമസ്റ്റർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഓരോ സെമസ്റ്ററിലും നമ്മൾ അക്വയർ ചെയ്യുന്ന പാഠം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സൂപ്പർഫിഷ്യലായിട്ടൊന്ന് പഠിച്ച് പാടുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ ഷാലോ ആയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു നോളജ് കുട്ടികൾ അതിൽ നിന്ന് അക്വയർ ചെയ്യുന്നില്ല എന്ന് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. സെമസ്റ്റർ വൈസ് ആക്കിയപ്പോ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം 4 ഇയർ UG ആക്കിയത്, അങ്ങനെ അതിപ്പോ പുതിയ പരിഷ്കാരമാണ്. അങ്ങനെ ചെയ്യുമ്പോഴും സെമസ്റ്റർ തന്നെ നിലനിൽക്കുന്നു. ഒപ്പം ശരിക്കും ഇതിനകത്ത് വിഭാവന ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടി കുട്ടികൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് അല്പം കൂടി ഉയർത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് അത്രയും നോളജ് കുട്ടികൾ അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഏത് കുട്ടികൾക്കും എന്തും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് പഠിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സിലബസ് എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ലല്ലോ മ്യൂസിക്. അപ്പൊ അത് പറയാൻ കാരണം കുട്ടികൾക്ക് ജ്ഞാനം ഉണ്ടാവണം,
ഇത് പഠിച്ചെടുക്കാൻ പറ്റണം. അത്ര എളുപ്പമല്ല പല ലെസൺസ്. അപ്പൊ അതിനനുസരിച്ച് ഈ FIUGPയുടെ രീതി അനുസരിച്ച്, അതിന്റെ സിലബസ് അനുസരിച്ച് നമ്മൾ സിലബസ് കുറച്ചുകൂടി ലഘൂകരിച്ചു. അങ്ങനെ ലഘൂകരിച്ചപ്പോ വീണ്ടും കുട്ടികൾ ഷാലോ ആയിട്ടാണ് പഠിക്കുന്നത് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടില്. അപ്പം കൂടുതൽ ആഴത്തിൽ കുട്ടികളൊന്നും ചെയ്യുന്നില്ല, ഇതിനകത്ത് വലിയ വിവരം സമ്പാദിക്കുന്നില്ല എന്നൊരു അഭിപ്രായം ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ പറയുകയാണ്. ഇത്തരം വ്യത്യാസങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെതായ ചുതികളും ഞാൻ നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം കുട്ടികൾ പഠിക്കുന്ന സമയത്ത് കഴിയുന്നത്ര ഗ്രാസ്പ് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് അല്ലേ അതിനെ പഠിക്കുക, അതിനെ സമീപിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്, ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. ഇനി ഇതുപോലെ ഈ ഒരു മ്യൂസിക് എന്നത് അല്ലെങ്കിൽ സംഗീതം എന്നത് ഒരു കോഴ്സായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അറിയാം, കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ എന്ന് നമ്മൾ ഉറക്കെ പറയുമ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സംഗീതത്തോടുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹം, ആ ഒരു അഭിനിവേശം ഒന്ന് പൊടിതട്ടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ കൂടുതലൊന്ന് പോളിഷ് ചെയ്ത് അതിൽ കൂടുതലും അറിവുകൾ സമ്പാദിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മ്യൂസിക് എന്ന കോഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഉയരയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സിന്ധു KS, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ഫ്രം മഹാരാജാസ് കോളേജ്, എറണാകുളം. ടീച്ചറെ, നമ്മളിന്നിങ്ങനെ സംഗീതത്തെക്കുറിച്ച് അതിനെ പഠിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി അറിഞ്ഞേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ മ്യൂസിക് ഒരു ഡിഗ്രി കഴിഞ്ഞു. ഈ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമുക്ക് ഏതൊരു കോഴ്സ് എടുത്താലും നമുക്ക് അതിൻ്റെ ഒരു ഉപരിപഠന സാധ്യതകളും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിനടുത്തതുള്ളത്? അപ്പം ഈ ഒരു മ്യൂസിക് ഒരു കോഴ്സായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ ഉപരിപഠന സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് വ്യക്തമാക്കാമോ? മ്യൂസിക് നമ്മൾ കോളേജ് തലത്തിൽ ഡിഗ്രി ആയിട്ട് പഠിക്കുമ്പോൾ, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ മറ്റെല്ലാ സബ്ജക്ട് പോലെയും തന്നെ അതിനൊക്കെ എന്തുമാത്രം സാധ്യതകളുണ്ടോ അതുപോലെ തന്നെ സാധ്യതകൾ ഉപരിപഠന രംഗത്ത് മ്യൂസിക്കിനുമുണ്ട്. മ്യൂസിക് ഡിഗ്രി പാസ്സായ ഒരു കുട്ടിക്ക്, നല്ല മാർക്കോടുകൂടി പാസ്സായ ഒരു കുട്ടിക്ക് അതിന്റെ PG ചെയ്യാം. PG കോളേജ് ലെവലിൽ ഉണ്ട്, നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ PGയിൽ സ്പെഷ്യലൈസ് ചെയ്ത കുട്ടിക്ക് പിന്നെ നമുക്ക് MPhil ചെയ്യണം, അതിന്റെ മാസ്റ്റർ ഓഫ് ഫിലോസഫി. അതിപ്പോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആർട്സ് സബ്ജക്റ്റിന്റെ ഗ്രൂപ്പിലാണ് ഇത് പെടുത്തിയിരിക്കുന്നത്. മ്യൂസിക് BA MA ആണ്. അപ്പോൾ ഒരു ആർട്സ് സബ്ജക്ട്, ഫോർ എക്സാമ്പിൾ ഒരു പൊളിറ്റിക്സോ ഒരു ഹിസ്റ്ററിയോ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുത്താൽ നമ്മൾ എന്തെല്ലാം കോഴ്സുകൾ ഉപരിപഠനം ചെയ്യും. ഹയർ സ്റ്റഡീസിന് നമ്മൾ എന്തിനെല്ലാം പോകും, അതേ കാര്യങ്ങൾ മ്യൂസിക്കിലും ചെയ്യാം. MPhil കോഴ്സ് ഉണ്ട്. പിന്നെ അത് MPhil കഴിഞ്ഞാൽ, അല്ലെങ്കിൽ MPhil ചെയ്യാതെ തന്നെയോ MPhil കഴിഞ്ഞോ നമുക്ക് PhDക്കും പോകാം. PhDയിൽ ഏതെങ്കിലും നമ്മുടെ മ്യൂസിക്കിലെ തന്നെ ഏതെങ്കിലും ഒരു ഏരിയ സ്പെഷ്യലൈസ് ചെയ്ത് ആ ഏരിയയിൽ അതിലായിരിക്കും നമ്മളൊരു ടോപ്പിക് എടുക്കുക. അത് ഒരു മറ്റെല്ലാ സബ്ജക്റ്റിലും ചെയ്യുന്ന മാതിരി ഒരു ഗൈഡിന്റെ കീഴിൽ നമ്മൾ റിസർച്ച് ചെയ്ത് PhD തീസിസ് സബ്മിറ്റ് ചെയ്യുന്നു. PhD അവാർഡായി കഴിഞ്ഞ ഒരാൾക്ക് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. പോസ്റ്റ് ഡോക്ടറൽ ഇത് ചെയ്യാം, തീസിസ് ചെയ്യാം. വീണ്ടും നമുക്ക് ഒരു ഡബിൾ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വർക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഉപരിപഠനത്തിന് സാധ്യതകളേറെ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ഡിഗ്രി കോഴ്സ് അല്ലാണ്ട് മ്യൂസിക്കിന്റെ മറ്റ് കോഴ്സുകൾ ഏതൊക്കെയായിരിക്കും നമുക്കുള്ളത്? ഇപ്പം ഒരു പേരിൽ എന്തൊക്കെയായിരിക്കും അതുള്ളത്? ഇപ്പോ കോളേജ് PSCയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലാണെങ്കിൽ ഇതുപോലെ ഡിഗ്രിയും MAയും MPhilഉം PhD അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത്. ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അഫിലിയേറ്റഡ് കോളേജുകൾ അല്ലാതെ തന്നെ മ്യൂസിക് പഠിപ്പിക്കുന്ന വേറെ സ്ഥാപനങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിപ്പോ കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു മ്യൂസിക്കിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതൊരു ഒരു പ്രത്യേക വിഭാഗമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് കോഴ്സസ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക്, കേരള യൂണിവേഴ്സിറ്റിയാണ്. അവിടുത്തെ ഡിഗ്രിയും MAയും ഇതൊക്കെ വ്യത്യാസമുണ്ട്. അതിന്റെ സിലബസും കാര്യങ്ങളും കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഒരല്പം കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അത് കേരള യൂണിവേഴ്സിറ്റിക്ക് ഉള്ളതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും ഉണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറഞ്ഞിട്ട് ഒരു വിങ് ഉണ്ട്. അതിൽ പെർഫോമിംഗ് ആർട്സ് എല്ലാം ഉണ്ട്. ഡ്രാമ, മറ്റ് പെർഫോമിംഗ് ആർട്സ് ഒക്കെ ഉള്ള കൂട്ടത്തിൽ മ്യൂസിക്കിനായിട്ടും സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ്,
അതും യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയിലും അവിടെ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഇതുപോലെ ഇത്തരം സബ്ജക്റ്റുകളാണുള്ളത്. ആ കൂട്ടത്തിൽ മ്യൂസിക്കിനായിട്ട് ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും മ്യൂസിക്കിനായിട്ട് പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ഉണ്ട്. ഇവിടെയൊക്കെയുള്ള കോഴ്സുകൾക്ക് നമ്മുടെ അഫിലിയേറ്റഡ് കോളേജുകളുടെ കീഴിൽ നടക്കുന്ന കോഴ്സുകളിൽ നിന്നും ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡിഗ്രി MA എടുക്കുന്നവർക്ക് അവർ കുറച്ചുകൂടി സിലബസ് കൂടുതൽ കവർ ചെയ്ത ആൾക്കാരായിരിക്കും, കുറച്ചുകൂടി പഠിച്ച ആൾക്കാരായിരിക്കും. പിന്നെ ഈ സബ്ജക്ട് ഇങ്ങനെ ഡിഗ്രി ലെവലിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വേറെ കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ സൗണ്ട് എഞ്ചിനീയറിംഗ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ, റെക്കോർഡിങ്, ഇപ്പോ റേഡിയോ സ്റ്റേഷനിലും ദൂരദർശൻ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ റെക്കോർഡിംഗ് സെക്ഷനിൽ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇപ്പോ അത്യാവശ്യം മ്യൂസിക്കല് നോളജും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾ, വെറും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, മ്യൂസിക്കിനെ കുറിച്ച് അത്യാവശ്യം നോളജ് ഉള്ള ഒരാൾക്കാണ് റെക്കോർഡിംഗ് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അത്തരം കോഴ്സുകളിലേക്ക് വേറിട്ട് അങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അതിനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ്സ്, ഇപ്പോ കോളേജ് ലെവലിൽ തന്നെ സബ്സിഡിയറീസ് ഞാൻ നേരത്തെ പറഞ്ഞു, അഫിലിയേറ്റഡ് കോളേജുകളിലാണെങ്കിൽ വീണയാണ് സബ്സിഡിയറി ആയിട്ട് വരുന്നത്. പിന്നെ അല്ലാതെ മ്യൂസിക് കോളേജസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതൊന്നും കൂടാതെ PSCയുടെ കീഴിൽ തന്നെയുള്ള മ്യൂസിക് കോളേജസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വിഭാഗം ഉണ്ട്. അതിൽ ഉൾപ്പെട്ടതാണ് ഇപ്പം സ്വാതിരുനാൾ സംഗീത കോളേജ്, പാലക്കാടാണ് ചെമ്പൈ മെമ്മോറിയൽ സംഗീത കോളേജ്, എറണാകുളത്ത് RLV കോളേജ്, തൃപ്പൂണിത്തുറയുള്ളത്. അപ്പൊ ഇതൊക്കെ മ്യൂസിക് കോളേജസ് എന്ന് പറയും. അവിടെയുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് അവിടെ ഡിഗ്രി വോക്കലിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, വീണയിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, വയലിനിലുണ്ട്, മൃദംഗത്തിലുണ്ട്, അങ്ങനെ ഓരോരോ ഇൻസ്ട്രുമെന്റില് ഉണ്ട്. വോക്കൽ കൂടാതെ ഇൻസ്ട്രുമെന്റ്സിലും ഇതേ കോഴ്സ് പാസ്സാകാൻ പറ്റും, ഡിഗ്രി പഠിക്കാൻ പറ്റും, PG പഠിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കിയുള്ള കോഴ്സുകൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് പ്രത്യേകമായിട്ട് മ്യൂസിക്കിന് മാത്രമായിട്ടുള്ള കോളേജുകളാണ്. മ്യൂസിക് ഇപ്പം RLV കോളേജാണ്, RLV കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് എന്നാണ് അതിന്റെ പേര്. അവിടെ മറ്റു ഫൈൻ ആർട്സുകളും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചെമ്പൈ മെമ്മോറിയൽ കോളേജ് ആയാലും ശരി, സ്വാതിരുനാൾ കോളേജ് ആയാലും ശരി, അവർ മ്യൂസിക്കിന് മാത്രമുള്ള കോളേജസ് ആണ്. അങ്ങനെയുള്ള കോളേജുകളിൽ ഇൻസ്ട്രുമെന്റിലും സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻസ്ട്രുമെന്റിൽ സ്പെഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിങ്ങിനൊക്കെ ഇഷ്ടംപോലെ വായിക്കാനുള്ള സാധ്യതകൾ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് കിട്ടും. അതിൽ പഠിപ്പിക്കാൻ അധ്യാപനത്തിനായാലും സൗകര്യം കിട്ടും. ഇതുപോലെ മ്യൂസിക് കോളേജസിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും ടീച്ചേഴ്സായിട്ട്. അത് ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ പറ്റുപോയ കാര്യമാണ്. അങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പം കുട്ടികൾക്ക് ചിലപ്പം ഇതിനോടുള്ള ഒരു കമ്പം അല്ലെങ്കിൽ ഒരു ഇമ്പം ഉണ്ടെങ്കിൽ തന്നെയും മാതാപിതാക്കളായിരിക്കും ഒരുപക്ഷെ ഒരു ചെറിയൊരു ആദ്യം അവരുടെ ഉള്ളിൽ പലപ്പോഴും നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഇപ്പോൾ കുറച്ചും കൂടെ അത്രയും ടെൻഷൻസ് ഇല്ല. പക്ഷെ പണ്ട് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടാനാ, നല്ലൊരു ജോലി വേണമെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സ് എടുക്കൂ, ഇത് നമുക്ക് ഒരു സൈഡായിട്ട് നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കോഴ്സിൽ ഇപ്പം മാം തുടക്കത്തിലേ പറഞ്ഞു, ഒരുപാട് കുട്ടികൾ ഈ ഒരു ഫൈൻ ആർട്സ് അല്ലെങ്കിൽ ഒരു സംഗീതം കരിയറായിട്ട് അല്ലെങ്കിൽ ഒരു കോഴ്സായിട്ട് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ സാധ്യതകൾ എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് RJ ജോ. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഈ പഠനം എന്ന് പറയുന്നത് എന്നും നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഗതി തന്നെ, അതിന് ഒരിക്കലും ഒരു അവസാനം വരുന്നില്ല. അപ്പം നമ്മൾ മ്യൂസിക് പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉയരയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി കൂടെയുള്ളത് ഡോക്ടർ സിന്ധു KS, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ഫ്രം മഹാരാജാസ് കോളേജ്, എറണാകുളം. ടീച്ചറെ, നമ്മൾ മ്യൂസിക് ഒരു കോഴ്സായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ഇതിനെ ഒരു കോഴ്സ് എന്നുള്ള നിലയിലല്ലാതെ ജനറൽ ആയിട്ടൊരു കാര്യം ഒന്ന് ചോദിക്കുവാണേ. ഈ ഒരു സംഗീതം ഇപ്പം ടീച്ചർ ഇപ്പം ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ഒരുപാട് പേരെ സംഗീതം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പം ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്കിപ്പം സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അവർ ഏത് സമയം മുതലാണ് സംഗീതം പഠിക്കേണ്ടത്? ഇപ്പം വരും തലമുറ ആയിക്കോട്ടെ, എൻ്റെ തലമുറയ്ക്ക് ഇനിയിപ്പം സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ളതാണെങ്കിലും എത്ര വയസ്സ് മുതലാണ് ഈ ഒരു മ്യൂസിക്കിലേക്ക് അവർ പഠിച്ചു തുടങ്ങേണ്ടത്? എത്ര വയസ്സ് മുതലാണ്? അതൊരു നല്ല ചോദ്യമാണ്. ജനറലായിട്ട് പറയുവാണെങ്കിൽ ഒരു പ്രായഭേദമന്യേ പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സംഗീതം എന്ന് ആദ്യം പറയട്ടെ.
സംഗീതത്തിന് പ്രായമില്ല, സംഗീതം പഠിക്കുന്നതിന് പ്രായമില്ല. സംഗീതം പഠിക്കാൻ അഭിരുചി വേണമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ അഭിരുചിയുള്ള ഒരാൾക്ക് ഏത് പ്രായത്തിലും പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 4 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് 1, 2, 3 എന്ന് നല്ല താളമായിട്ട് എണ്ണാൻ പറ്റുന്നുണ്ട്. അതിന്റെ വോയിസിൽ അത് ചെറിയ പാട്ടുകൾ പാടുന്നുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നുണ്ട്, ഒരു നഴ്സറി റൈം നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സംഗീതജ്ഞാനമുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. ആ കുട്ടി ചിലപ്പോൾ അക്ഷരം പഠിച്ചിട്ടുണ്ടാവില്ല, അക്ഷരം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല, ABCD പഠിക്കാൻ അത്യാവശ്യം തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ, ചിലപ്പം ABCD പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടിക്ക് പോലും സംഗീതം നമുക്ക് പഠിപ്പിച്ചു തുടങ്ങാൻ പറ്റും. അത് ഈ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ച് പഠിക്കാനുള്ള ഒരു കാര്യമല്ല. നമ്മൾ പിന്നെ അത് അക്കാഡമിക് ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ നമ്മൾ എഴുതി പഠിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനും അപ്പുറം ഇത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് രജിസ്റ്റർ ആവുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ഗ്രാസ്പാണ്, നമ്മുടെ മനസ്സുകൊണ്ട് ഇതൊരു ഇന്റലക്റ്റിലുപരി ഇമോഷൻസിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണല്ലോ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ബ്രെയിനിന്റെ ആ ഭാഗം കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, ഗ്രാസ്പ് ചെയ്യുന്നത്. സോ ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് മുതൽ, അതായത് ഒരു സംഗീതജ്ഞാനം നന്നായിട്ടുള്ള ഒരു കുട്ടിക്ക്, അക്ഷരം പഠിക്കാത്തൊരു കുട്ടിക്ക് പോലും ആ പ്രായത്തിൽ പോലും മ്യൂസിക് പഠിക്കാൻ തുടങ്ങാവുന്നതാണ്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ആ പ്രായം മുതൽ നോക്കിയാൽ നല്ല വയസ്സായ ഒരാൾക്കും വോയിസ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല, പാടാൻ പറ്റും, നല്ല അഭിരുചി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രായത്തിലും പഠിക്കാം. സോ സംഗീതം പഠിച്ചു തുടങ്ങാൻ പ്രായഭേദമേ ഇല്ല, നിശ്ചിതമായിട്ടുള്ളൊരു വയസ്സില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രായഭേദമന്യേ ആർക്കും ഇപ്പം വേണമെങ്കിൽ ഇപ്പോഴും പഠിക്കാം. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഇപ്പോഴും പഠിക്കാനായിട്ട് പറ്റുന്നത്. അതിൽ ഏറ്റവും ഒരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത് 4 വയസ്സ് മുതൽ നമുക്കിത് തുടങ്ങാവുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് സിന്ധു ടീച്ചർ ഓർമ്മിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ഓൾസോ ടീച്ചറെ, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഇതുപോലെ ഇപ്പം ജനറൽ ആയിട്ട് മ്യൂസിക് പഠിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ്, ഇന്ന സിനിമയിൽ ഞാൻ പാടിയിട്ടുണ്ട് എന്നുള്ള പേരിലും, അല്ലെങ്കിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ള പേരിലും ഒക്കെ ഒരുപാട് പേരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഒരു ശരിയായിട്ടുള്ള ഒരു അധ്യാപകനെ തിരഞ്ഞെടുക്കുമ്പോൾ, അപ്പം വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരു അവധിക്കാലത്ത് പോയി ഒരു മാഷിൻ്റെ അടുക്ക് അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുക്ക് ചെന്ന് പഠിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഒരു അവൈലബിലിറ്റി എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് എങ്ങനെയാണോ എന്നുള്ള രീതിയിൽ ഇപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പം ഒരു അധ്യാപകനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം അവരെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാണോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതൊന്നൊരു പറഞ്ഞു തരാമോ? തീർച്ചയായും അങ്ങനെ ചെയ്യണോ. നമ്മളൊരു അധ്യാപകനെ തിരഞ്ഞെടുക്കുമ്പം നമുക്ക് കൂടുതൽ നന്നായി പഠിക്കാനാണ്, ഏറ്റവും നന്നായി പഠിക്കാൻ ഉദ്ദേശിച്ചാണ് നമ്മളൊരു അധ്യാപകനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ അധ്യാപകന് സബ്ജക്റ്റിൽ നല്ല നോളജ് ഉണ്ടോ, അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഭംഗിയായി കൺവേ ചെയ്തു തരാൻ കഴിയുന്ന ആളാണോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. അത് ഞാൻ പറയാൻ കാരണം, മ്യൂസിക് ഒരു പെർഫോമിംഗ് ആർട്ട് ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഇത് ചെയ്യുന്ന ആൾക്കാർ പലരും പെർഫോമേഴ്സ് ആയിരിക്കും. ഈ പെർഫോമേഴ്സ് ആയിരിക്കുന്ന വളരെ ബിസി ആയിട്ടുള്ള പെർഫോമേഴ്സിന് അവരും ക്ലാസ് എടുക്കും, പക്ഷെ അവർക്ക് ക്ലാസ് എടുക്കാൻ അധ്യാപനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയം കുറവായിരിക്കും. അത് മാത്രമല്ല, മ്യൂസിക് എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പെർഫോമേഴ്സും നല്ല അധ്യാപകരായിരിക്കണമെന്നില്ല. നന്നായി പെർഫോം ചെയ്യുന്ന ഒരാൾ നല്ല അധ്യാപകനായിരിക്കണമെന്ന് നിർബന്ധമില്ല. നേരെ തിരിച്ചും, നല്ലൊരു ടീച്ചർ നല്ലൊരു പെർഫോമർ ആയിരിക്കുകയുമില്ല. അപ്പോൾ നമ്മൾ പെർഫോമൻസ് ലെവലിൽ ഭയങ്കര ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരാൾ നല്ലൊരു ടീച്ചർ ആയിരിക്കും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത കേസുകളും ഉണ്ട് കേട്ടോ. ഇത് രണ്ടും ഒരുപോലെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അപ്പോൾ ഒരു അധ്യാപകനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അധ്യാപനത്തിന്റെ മേഖലയിൽ, ആ രംഗത്ത്, അധ്യാപന രംഗത്ത് അദ്ദേഹത്തിന് എത്രമാത്രം പാരമ്പര്യമുണ്ട്, അദ്ദേഹത്തിന് എത്ര ശിഷ്യസമ്പത്തുണ്ട്, ആ ശിഷ്യരൊക്കെ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആൾക്കാരാണോ, അവർ പെർഫോം ചെയ്യുന്നുണ്ടോ, അവർക്ക് അത്യാവശ്യം സംഗീതത്തിൽ വിവരമുണ്ടോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അധ്യാപന രംഗത്തെ പരിചയവും അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്തും അദ്ദേഹത്തിന്റെ അറിവും അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് അന്വേഷിച്ചിട്ട് വേണം അങ്ങനെയുള്ള ഒരു അധ്യാപകന്റെ അടുക്കലാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് അദ്ദേഹം പെർഫോമർ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ടീച്ചർ ആയിരിക്കണം. ഓക്കെ, അപ്പം ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സംഗീതത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് മ്യൂസിക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മ്യൂസിക് ഒരു കരിയറായിട്ട്, മ്യൂസിക് ഒരു കോഴ്സായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, താല്പര്യമുള്ളവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ സിന്ധു KS, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക് ഫ്രം മഹാരാജാസ് കോളേജ്, എറണാകുളം. ടീച്ചറെ, നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെ ഇത് പഠിക്കാനായിട്ട് പറ്റും, എന്തൊക്കെ അഭിരുചിയാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് പറഞ്ഞപ്പം ആദ്യമേ ടീച്ചർ പറഞ്ഞത് ഒരു സംഗീതം എന്നുള്ളൊരു അഭിരുചിയാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞു തുടങ്ങി. നമ്മളങ്ങനെ അനവധി കാര്യങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടു. അതിനിപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് ടീച്ചറിന് ഇനി അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്? എനിക്ക് പറയാനുള്ളത്, സംഗീതം പഴയ കാലത്ത് നമുക്ക് പഠിക്കാൻ സാധ്യതകൾ കുറവായിരുന്നു. സംഗീതം അഥവാ പഠിച്ചാൽ തന്നെ ജോ പറഞ്ഞ പോലെ നമുക്ക് തൊഴിൽ സാധ്യതകൾ കുറവായിരുന്നു. പണ്ട് അത്രയൊന്നും ഒരു അക്സെപ്റ്റൻസ് സംഗീതത്തിന് ഉണ്ടായിരുന്നില്ല. പഴയ കാലത്ത് മറ്റ് സബ്ജക്റ്റുകൾ ഒക്കെ കിട്ടിയിരുന്നത് പോലെയുള്ള ഒരു അക്സെപ്റ്റൻസ് സംഗീതത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കാലഘട്ടമൊക്കെ മാറിപ്പോയി. ഇന്നിപ്പോ നമുക്ക് വളരെ വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇഷ്ടംപോലെ എക്സ്പോഷർ ഉള്ള, നമുക്ക് വിവിധ മേഖലകളിൽ നമ്മുടെ വ്യക്തിമുദ്ര തെളിയിക്കാൻ പറ്റുന്ന അത്രയും സാധ്യതകളുള്ള ഒരു സബ്ജക്റ്റായിട്ട് സംഗീതം വളർന്നു കഴിഞ്ഞു. എല്ലാ മേഖലയിലും ഇപ്പൊ സംഗീതമുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, പണ്ട് നമ്മുടെ അച്ഛനമ്മമാര് നമ്മളെ സംഗീതം പഠിപ്പിക്കാൻ മുൻകൈ എടുത്തിരുന്നതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഇന്നത്തെ അച്ഛനമ്മമാര് കാണിക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് അത്തരം ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ മാധ്യമങ്ങൾ ഇഷ്ടംപോലെ, സംഗീതത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന മാധ്യമങ്ങളുണ്ട്. റിയാലിറ്റി ഷോസ് ഇഷ്ടംപോലെയുണ്ട്. റിയാലിറ്റി ഷോസിൽ അതിലൊക്കെ ഈ പാടുന്ന ചെറിയ കുഞ്ഞുങ്ങളാണ് നമ്മൾ കാണാറുണ്ടല്ലോ. വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ് നല്ല ഭംഗിയായി പാടുന്ന കുട്ടികളെ കാണുന്നത്. ആ കുട്ടികൾ ഓരോരോ സെഷൻ കഴിയും തോറും വളരെ ഭംഗിയായിട്ട് വീണ്ടും വീണ്ടും പാടുന്നു. അത് അവരെ ഗ്രൂം ചെയ്യുന്നതിന്റെ പ്രത്യേകത കൊണ്ടാണ്. നല്ല കഴിവുള്ള കുട്ടികൾക്ക്, അഭിരുചിയുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന തരത്തിൽ നല്ല പരിശീലനവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ, നല്ല ഉയർന്ന വിവരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നന്നായിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരിൽ നിന്നും നല്ല പരിശീലനവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റും. സംഗീതത്തിന്റെ മേഖല എന്ന് പറയുന്നത് ഇപ്പൊ വളരെ വലുതാണ്, വിസ്തൃതമായിട്ടുള്ള മേഖലയാണ്. തൊഴിൽ സാധ്യതയും മറ്റെല്ലാ തരത്തിലും നമുക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യതയും, സമൂഹത്തിൽ നമുക്ക് ഒരു പബ്ലിസിറ്റി, നമുക്ക് നമ്മളെ തന്നെ മറ്റുള്ളവരെ അറിയിക്കാൻ, ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു മേഖലയായിട്ട് സംഗീതം വളർന്നു കഴിഞ്ഞു. മറ്റേത് സബ്ജക്റ്റിലും ഉള്ളതുപോലെ തന്നെ അത്രയും തന്നെ പ്രൗഢിയുള്ള, ഇപ്പൊ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ കലാകാരൻ സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിലെ നല്ല കാര്യങ്ങൾ, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് കല എന്ന് പറയുന്നത്. അതിന് സംശയമില്ല. അപ്പൊ അതിനകത്ത് സംഗീതം എന്ന് പറയുന്നത് മ്യൂസിക് ഇസ് ദ ഫൈനസ്റ്റ് ഓഫ് ഫൈൻ ആർട്സ് എന്നാണ് പറയുന്നത്. അപ്പോ സംഗീതം അത്രയും മഹത്തായ ഒരു കലയാണ്. അത് പഠിക്കുന്നത് കൊണ്ട്, കോളേജ് തലത്തിൽ, നമ്മുടെ അക്കാഡമിക് തലത്തിൽ പഠിക്കുന്നത് കൊണ്ട് അതിന്റെ തൊഴിൽ സാധ്യതകൾ ഏറെയാണ്. അതല്ലാതെ തന്നെ നമുക്ക് സമൂഹത്തിൽ നമുക്ക് പെർഫോം ചെയ്യാനും സമൂഹത്തിൽ ഒരു വലിയ സ്ഥാനം നേടാനും, കലാകാർക്ക് എപ്പോഴും സമൂഹത്തിൽ ഒരു വലിയ സ്ഥാനമാണ്, അത് നേടാനും, അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ അറിയപ്പെടാനും കൂടുതൽ എക്സ്പോഷറുകൾ കിട്ടാനും നമുക്ക് സാധ്യതകളുള്ള ഒരു മേഖലയാണ് സംഗീതം. അങ്ങനെയുള്ള ഒരു വിഷയമാണ് സംഗീതം. അതുകൊണ്ട് സംഗീതത്തിൽ അഭിരുചിയുള്ള ആൾക്കാർ തീർച്ചയായും സംഗീതം പഠിക്കണം. നല്ല ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണം, ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ടീച്ചറെ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരുപാട് പേരുടെ ഉള്ളില് പഠിക്കണമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ലല്ലോ എന്നൊക്കെ ഒരു വിഷമം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പ്രായഭേദമന്യേ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ് സംഗീതം. അത് കോഴ്സായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേട്ടു അറിഞ്ഞു. ആൻഡ് ടീച്ചർ താങ്ക് യു സോ മച്ച്. അപ്പം എന്തായാലും ഒരുപാട് പേർക്ക് അവർ പോലും അറിയാതിരുന്ന അവരുടെ ഒരു ആഗ്രഹം എനിക്കൊന്നൊന്നും മുളച്ചു വന്ന് അതിലേക്ക് ഇനി അതൊരു സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഭാവി ടീച്ചർ പറഞ്ഞ എക്സൽ ചെയ്ത് വരാനുള്ള ഒരു കാരണമായി മാറട്ടെ ടീച്ചറിന്റെ ഓരോ വാക്കുകളും എന്ന് പറഞ്ഞു. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. യെസ്, ഉയരെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ നമ്മൾ പലവിധമായിട്ടുള്ള കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളിലേക്ക് സാധ്യതകൾ എന്തൊക്കെയാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കേൾക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഓരോ അപ്ഡേറ്റ്സുകളും നമ്മൾ കേൾക്കുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM and this is RJ Jo signing off from Uyere 89.6 FM സർഗക്ഷേത്ര.